പ്രക്ഷോഭം അവസാനിച്ച് ഇറാനിൽ അടഞ്ഞുകിടന്ന വിദ്യാലയങ്ങൾ തുറന്നു. എന്നാൽ ഇന്റർനെറ്റ് സൗകര്യം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. അമേരിക്കയും ഇസ്രയേലിനും വേണ്ടി രംഗത്ത് വന്നവരെ വെറുതെ വിടുന്നില്ലെന്ന് ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ട്രംപ് ചതിച്ചെന്നും തങ്ങളെ വിഡ്ഢികളാക്കിയെന്നും പ്രക്ഷോഭകർ പ്രതികരിച്ചതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാനിൽ പുതിയ ഭരണകൂടത്തിന് സമയമായെന്ന് ട്രംപ് പ്രതികരിച്ചു. MCA നാസർ ചേരുന്നുണ്ട്. MCA പൂർണ്ണമായി പഴയ തോതിലേക്ക് എത്താൻ ഇറാനിൽ സമയമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. ഇന്റർനെറ്റ് സൗകര്യം ഇനിയും സമയമെടുത്താൽ മാത്രമേ പൂർവ്വസ്ഥിതിയിലേക്ക് മാറൂ എന്നും മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഇറാനിലെ ഒരു സാഹചര്യം എന്താണ്? ട്രംപിന്റെ നമുക്കറിയാം ഓരോ ദിവസവും ട്വീറ്റിലൂടെ സഹായം പുറകെ എത്തുന്നുണ്ട്, പ്രക്ഷോഭം തുടരൂ എന്ന് പറഞ്ഞ് ട്രംപ് പെട്ടെന്ന് പിന്മാറിയത് പ്രക്ഷോഭകരെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു? എന്താണ് അവർ പ്രതികരിക്കുന്നത്? ഇതിനെ ആഴ്ചകളായിട്ട് അടഞ്ഞുകിടക്കുകയായിരുന്നു ഇറാനിലെ ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റികളും സ്കൂളുകളൊക്കെയും അടച്ചിട്ടുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു ഭരണകൂടം സ്വീകരിച്ചത്. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ തങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ അവകാശപ്പെടുന്നത്. എല്ലാ തെരുവുകളും പൂർണ്ണമായി തന്നെ പ്രക്ഷോഭകാരികൾ പിൻവലിഞ്ഞ ഒരു സാഹചര്യമുള്ളതായിട്ടും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ അതേസമയം തന്നെയാണ് ഇന്റർനെറ്റ് ഘട്ടം ഘട്ടമായി മാത്രം പുനഃസ്ഥാപിച്ചാൽ മതി എന്ന ഒരു തീർപ്പിലേക്ക് കൂടിയാണ് ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ മറവിലും നൂറുകണക്കിന് പേരെ നിത്യവും അറസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഭരണകൂടം നൽകിയിട്ടില്ല. എന്തായാലും സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഇറാൻ സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പ്രക്ഷോഭകാരികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു തിരിച്ചടി അവർക്ക് നേരിട്ടതായിട്ടാണ് അവരുടെ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാവുന്നത്. കാരണം സഹായം ആസന്നമാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്, കെട്ടിടങ്ങൾ നിങ്ങൾ കയ്യേറിക്കൊള്ളൂ എന്നൊക്കെ വളരെ പ്രകോപനപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു സൈനിക നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രക്ഷോഭനത്തിന് വലിയ പിന്തുണയായിട്ട് മാറുമെന്നൊരു വിലയിരുത്തലായിരുന്നു പ്രക്ഷോഭകാരികൾ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും യുവാക്കളും യുവതി യുവാക്കളും ഉൾപ്പെട്ട ജൻസി വിഭാഗത്തിൽപ്പെട്ടവരൊക്കെയും അത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പൊടുന്നനെയാണ് ഇത്തരമൊരു ആക്രമണമോ ഒരു നീക്കമോ വേണ്ടതില്ല എന്ന് ട്രംപ് തന്നെ സ്വമേധയാ തീരുമാനിക്കുന്നത്. ഇത് വലിയ തോതിൽ പ്രക്ഷോഭത്തിനെ പിൻവലിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം കൂടിയാണ്. അതുമാത്രമല്ല ഭരണകൂടത്തിന് പ്രക്ഷോഭകർക്ക് മേൽ വലിയ സ്വാധീനം കൈവന്നൊരു സാഹചര്യമുണ്ടായി. ലക്ഷങ്ങളാണ് വിവിധ ഇറാനിയൻ നഗരങ്ങളിൽ ഭരണകൂടത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെയുള്ള പ്രക്ഷോഭത്തിന് മുമ്പുള്ള സാഹചര്യത്തെക്കാൾ കൂടുതൽ ഭരണകൂടത്തിൻ്റെ സ്വാധീനം എല്ലാ നഗരങ്ങളിലും അവർക്ക് പിടിമുറക്കാൻ സാധിച്ചു എന്നതാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്ന നീക്കത്തിൻ്റെ ശരിയായിട്ടുള്ള തിരിച്ചടി എന്നാണ് പ്രക്ഷോഭകർ വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണങ്ങൾ വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് തങ്ങളെ ചതിച്ചു എന്ന ഒരു പ്രതികരണമാണ് മിക്ക പ്രക്ഷോഭകരും, അത് ഇറാൻ്റെ ഉള്ളിലും അതോടൊപ്പം തന്നെ പുറത്തുനിന്നുള്ള പ്രക്ഷോഭകരും വ്യക്തമാക്കുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ നീക്കങ്ങൾ കൂടി, അതായത് ഇറാനിൽ പുതിയ ഭരണകൂടത്തിന് സമയമായി എന്ന് പറയുന്നുണ്ട്, ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ യൂറോപ്പ് എങ്ങനെയാണ് ട്രംപിന്റെ നീക്കങ്ങളിൽ പ്രതികരണങ്ങളിൽ പ്രതിഷേധം അറിയിക്കുന്നത്, പ്രതികരിക്കുന്നത്? ഇതിൽ നിന്നിപ്പം ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാംനയുടെ പ്രതികരണമായിരുന്നു വളരെ വേറിട്ട് നിന്നത്. കാരണം ആയിരങ്ങൾ കൊല്ലപ്പെട്ടതായിട്ട് പരമോന്നത അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ കൊലക്ക് പൂർണ്ണമായിട്ടും പിന്നിൽ നിന്നത് ഇസ്രായേലും അമേരിക്കയുമാണ്. അവർ നടത്തിയിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളാണ് സുരക്ഷാ പാലകർ ഉൾപ്പെടെ ആയിരങ്ങളെ കൊന്നൊടുക്കിയതെന്നാണ് പരമോന്നത ആത്മീയ നേതാവ് തന്നെ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നതിനെ തുടർന്നാണ് ട്രംപിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണവും പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇനിയും ദീർഘകാലത്തേക്ക് ഈ ഭരണകൂടത്തിന് ഇറാനിൽ തുടരാനാവുകയില്ല, ഒരു മാറ്റം അനിവാര്യമാണ്, സ്വന്തം ജനതയെ തന്നെയാണ് അവർ കൊന്നൊടുക്കുന്നത് എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സൈനിക നീക്കങ്ങളിലേക്ക് ഇനിയും ട്രംപ് എടുത്തുചാടുമെന്നോ അമേരിക്ക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രതികരണവും ട്രംപിൻ്റെ ഔദ്യോഗിക മാധ്യമ രംഗത്തു നിന്നോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളോ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും
സ്ഥിതിഗതികൾ ഇനി തൽക്കാലം നിരീക്ഷിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നൊരു തീർപ്പിലേക്കാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടർ പ്രകാരം 2 കാര്യങ്ങളാണ് ഈ ആക്രമണ പദ്ധതിയിൽ നിന്ന് ട്രംപിനെ പിന്തിരിയാൻ പ്രേരിപ്പിച്ചത്. ഒന്ന്, സൈനികമായി വളരെ ശക്തമായ ഒരു അവസ്ഥയിലാണ് ഇറാൻ ഇപ്പോൾ പോലും നിലയുറപ്പിച്ചിരിക്കുന്നത്. കാരണം വ്യോമാക്രമണം നടത്തിയതുകൊണ്ടോ മറ്റോ ഒന്നും ഈ ഒരു പ്രതിസന്ധിക്ക് ഇറാന് ആ അർത്ഥത്തിലുള്ള സൈനികമായിട്ടുള്ളൊരു തിരിച്ചടി ഏൽപ്പിക്കാൻ സാധിക്കില്ല എന്ന കൃത്യമായിട്ടുള്ളൊരു കണക്കുകൂട്ടൽ പെന്റഗൺ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും നേതൃത്വവും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്ത് ട്രംപ് തീരുമാനിക്കുകയായിരുന്നു. മറ്റൊന്നുള്ളത്, ഈ മേഖലയിലെ രാജ്യങ്ങൾ, ഒരു രാജ്യം പോലും ഇത്തരമൊരു ആക്രമണം നടത്താൻ ട്രംപിന് പിന്തുണയുമായി രംഗത്ത് വന്നില്ല. മറിച്ച് ഇത്തരമൊരു ആക്രമണം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ തങ്ങളുടെ സുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾക്കും ആത്യന്തികമായി അമേരിക്കൻ താല്പര്യങ്ങൾക്കും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു നിലക്കുള്ള ആക്രമണവും ഇറാന് നേരെ നടത്തരുത് എന്ന് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടതും ഈ 2 കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ആക്രമണ പദ്ധതിയിൽ നിന്ന് പൊടുന്നനെ തന്നെ പിൻവലിയാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചതെന്നാണ് ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വിശദമായിട്ടുള്ള റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ധന്യ. മാത്രമല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഗംനയുടെ പ്രതികരണം സൈനിക കരുത്ത് വർദ്ധിപ്പിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്, കടുത്ത തീരുമാനങ്ങളിലേക്കൊക്കെ ഇറാൻ മാറുന്നതും ഈ സംഭവത്തിലൂടെ കാണാൻ സാധിക്കും. ഇനി എന്തെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടായാൽ ഏത് തരത്തിൽ പ്രതികരിക്കാം എന്നാണ്, ഇല്ലെങ്കിൽ തിരിച്ചടിക്കാം എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്കാണ് ഇറാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളിലൂടെ പ്രതിഷേധക്കാരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. അങ്ങനെ ഇറാനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഇതിൽ ധന്യ പ്രധാനമായിട്ടും ആയിരങ്ങളെ തന്നെ, ഏതാണ്ട് 3000-ലധികം പേർ നേരത്തെ തന്നെ പ്രക്ഷോഭത്തിന്റെ വേളയിൽ തന്നെ അറസ്റ്റ് നടന്നിരുന്നു. അവരൊക്കെയും ഇപ്പോൾ ജയിലിൽ തന്നെയാണ്. അതുമാത്രമല്ല, ഈ പ്രക്ഷോഭത്തിന് പിറകിൽ നിന്ന എല്ലാവരെയും പിന്നെ ശക്തമായി തന്നെ നേരിടുമെന്നാണ് പരമോന്നത ആത്മീയ നേതാവിന്റെ പ്രതികരണത്തിൽ, അതോടൊപ്പം തന്നെ ഇറാൻ സൈനിക നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളിലൊക്കെ വ്യക്തമാകുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഇന്റർനെറ്റ് പോലും പുനഃസ്ഥാപിക്കേണ്ടതില്ല തൽക്കാലം എന്ന തീർപ്പെടുത്തിയിരിക്കുന്നത് പോലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ണികളെയും എല്ലാ വ്യക്തികളെയും കണ്ടെത്തി വളരെ കൃത്യമായി തന്നെ അവരെ നിയമപരമായി തന്നെ നേരിടുക എന്നൊരു തീർപ്പിലേക്കാണ് ഇപ്പോൾ ഇറാനിയൻ നേതൃത്വം എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ വധശിക്ഷ, ഔദ്യോഗികമായി പരസ്യമായിട്ടുള്ള വധശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിൽ പോലും മറ്റ് നിയമപരമായ നടപടികളിലൂടെ ആരൊക്കെയാണ് ഈ ഇസ്രായേലും അമേരിക്കയുമായി കൈകോർത്തത്, ഏതൊക്കെ അർത്ഥത്തിലുള്ള സഹായങ്ങളാണ് അവർക്ക് ലഭിച്ചത്, സൈനികമായിട്ടുള്ള സഹായം ഇറാനിൽ ഏതു വിധത്തിലാണ് അവർക്ക് ലഭ്യമായത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ വിധേയമായി പിന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഔദ്യോഗികമായ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രക്ഷോഭകർക്കെതിരായ നടപടികളെക്കുറിച്ച് ഒരു വിവരവും ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇറാനിയൻ പിന്നെ സാമൂഹിക ഭദ്രതയുടെ, ആഭ്യന്തര ഭദ്രതയുടെ കെട്ടുറപ്പിനെ അത് ബാധിക്കും എന്ന് പരമോന്നത ആത്മീയ നേതാവ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾക്ക് കീഴിൽ ഈ പിന്നെ പ്രക്ഷോഭത്തിന്റെ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായിട്ട് വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് അറസ്റ്റും തുടരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും പൊടുന്നനെയൊന്നും ഇനി ഒരു പ്രക്ഷോഭത്തിലേക്ക് എളുപ്പം ഇറാൻ പ്രക്ഷോഭകാരികൾക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ശക്തമായിട്ടുള്ള പിന്നെ അന്വേഷണാത്മകമായിട്ടുള്ള നടപടികളിലേക്കാണ് ഇറാൻ ഇപ്പോൾ നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശരി, ഇനി ഗസയിലേക്കാണ്. ഗസ സമാധാന സമിതി നോമിനികളിൽ എതിർപ്പുമായി ഇസ്രായേൽ. സമിതിയിൽ ഇസ്രായേൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിയില്ലെന്നാണ് ഇസ്രായേലിന്റെ പരാതി. ഗസ സമാധാന സമിതിക്ക് സാമ്പത്തിക സഹായം നൽകാൻ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന് ഈ വർഷം $3.3 ബില്യൺ സാമ്പത്തിക സഹായത്തിന് അംഗീകാരം നൽകിയ US പ്രതിനിധി സഭ. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. MC നാസർ വീണ്ടും ചേരുന്നുണ്ട്. MC, നോമിനികളുടെ കാര്യത്തിൽ ഇസ്രായേലിൽ എതിർപ്പുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ടോണി ബ്ലെയറിന്റെ പേരിൽ ഉൾപ്പെടെ വലിയ എതിർപ്പ് കാണിക്കുന്നു. അത് ഇസ്രായേലിൽ നിന്ന് ആരെയും ഉൾപ്പെടുത്താത്തതാണോ അതിന്റെ കാരണമായി അറിയാൻ സാധിക്കുന്നത്? എന്താണ് ഇസ്രായേലിനുള്ള എതിർപ്പ്? പിന്നെ ഇതിലിപ്പോൾ 2ാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വന്നതായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചതും അതേ തുടർന്ന് ഈ ഗസ സമാധാന സമിതി എന്ന ഈ ഒരു ബോഡിക്ക് രൂപകൽപ്പന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ തങ്ങളുമായിട്ടുള്ളൊരു ഏകോപനം, ഒരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിയിച്ചതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ എതിർപ്പ് അമേരിക്കൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ ഔദ്യോഗികമായി തന്നെ അറിയിക്കാനും നെതന്യാഹു നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്.
പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സമിതിയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പേരുകളിൽ ഇസ്രായേലിൽ നിന്ന് ഒരാൾ പോലും ഉൾപ്പെടുന്നില്ല. നേരെ മറിച്ച് ടോണി ബ്ലെയർ ഉണ്ട്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ട്, US-ന്റെ പശ്ചിമേഷ്യൻ ദൂതനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ട്, അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനും ഉപദേശകനുമായിട്ടുള്ള ജറദ് കുഷ്ണർ ഉണ്ട്. ഇവരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയോട് ഇതിന്റെ ഭാഗമായിട്ട് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാനോട് ഇതിന്റെ ഭാഗമായി മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം റിപ്പോർട്ട് വരുന്നത് പാക് പ്രധാനമന്ത്രിയോടും ഈ സമിതിയിൽ ഭാഗമാകാൻ ട്രംപ് നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അപ്പോൾ എത്ര അംഗങ്ങൾ ഇതിൽ ഉണ്ടാകുമെന്നും ഇനി ഏതൊക്കെ അംഗങ്ങൾ ഉണ്ടാകുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും ഏകപക്ഷീയമായിട്ട് ട്രംപും പിന്നെ അദ്ദേഹത്തിന്റെ ഭരണകൂടവുമാണ് തീരുമാനിക്കുന്നത്. തങ്ങൾക്കതിൽ വേണ്ട ഒരു പങ്കാളിത്തമോ ഒരു പരിഗണനയോ ലഭിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിയിച്ചതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തി. അതോടൊപ്പം തന്നെ ബെൻഗവർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ഇതിനെ പിന്തുണയ്ക്കുക എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സമിതിയുമായിട്ട് തങ്ങളുടെ സഹകരണം വളരെ പരിമിതപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ബെൻഗവറും സ്മോട്രിക് ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഇത് ഉണ്ടെങ്കിൽ പോലും അമേരിക്കയുമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിനൊരു ഏറ്റുമുട്ടലിന് പോകാൻ നെതന്യാഹു തയ്യാറാവുകയില്ല എന്ന് തന്നെയാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ബ്രസൽസിലാണ് ഇതിന്റെ ആദ്യ യോഗം അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്. ട്രംപ് തന്നെയായിരിക്കും ആ സമിതിക്ക് അധ്യക്ഷത വഹിക്കുക. അതിലേക്ക് $1 ബില്യൺ അടിയന്തരമായി കണ്ടെത്തണം. അതിന് എല്ലാ രാജ്യങ്ങളും പിന്നെ സാമ്പത്തിക സഹായം നൽകണമെന്നാണ് ഇന്ന് വൈകിട്ട് ട്രംപ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നതും. ശരി, താങ്ക് യു MCA. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് നാളെ ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രസിഡന്റായ ശേഷം ഇത് 3-ാം തവണയാണ് ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, എപ്പോഴാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇന്ത്യയിലെ ദൗത്യം? നാളെ രാവിലെ മുതൽ UAE പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ആരംഭിക്കുമെന്നാണ് UAE വാർത്താ ഏജൻസിയും അതേപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുള്ളത്. 2022 ഇന്ത്യയും UAEയും തമ്മിൽ സമഗ്ര വാണിജ്യ കരാർ ഒപ്പിട്ടത്. അതിൻ്റെ 4-ാം വാർഷികമാണ് ഈ ഫെബ്രുവരി 18 നടക്കുന്നത്. അതിനുശേഷം ഈ വ്യാപാര കരാർ നിലവിൽ വന്നതിന് ശേഷം നിരവധി മാറ്റങ്ങൾ സാമ്പത്തിക രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രാദേശിക കറൻസിയിൽ ഉഭയകക്ഷി വ്യാപാരം നടത്താൻ കഴിയുന്ന വിധം മാറ്റങ്ങളുണ്ടായി. അതേപോലെ തന്നെ UPI പോലുള്ള സേവനങ്ങൾ UAEയിലും കൂടി ലഭ്യമാക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരം മാറ്റങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോൾ UAE പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതും എന്നാണ് UAE ഔദ്യോഗിക വാർത്താ ഏജൻസിയും അതേപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റ് ഈ യൂറോപ്യൻ വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ സന്ദർശനത്തിന് വളരെ നിർണായകമാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഇറാന് എതിരെ അമേരിക്ക ഉയർത്തുന്ന യുദ്ധഭീഷണി, അതേപോലെ തന്നെ യമനിൽ ഉണ്ടായിട്ടുള്ള യുദ്ധ സാഹചര്യം, പ്രത്യേകിച്ച് സൗദിയും UAEയും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ സാഹചര്യമുണ്ടായിരുന്നു. ഇതോടൊക്കെ അനുബന്ധിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നു, ഗൾഫിലെ സമവാക്യങ്ങൾ മാറുന്നു, പുതിയ കൂട്ടായ്മകൾ ഉണ്ടാകുന്നു, പുതിയ ചേരികൾ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സന്ദർശനം നിർണായകമാണ് എന്ന് യൂറോപ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. ശരി, താങ്ക് യു ഷിനോജ്. SIR-ൽ പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള തീയതി ഈ മാസം 30 വരെ നീട്ടി. ജനുവരി 22 അവസാനിക്കേണ്ട തീയതിയാണ് 30ലേക്ക് നീട്ടിയത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക ഉത്തരവിറക്കി. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റമെന്ന് കമ്മീഷൻ അറിയിച്ചു. PP സഫാൻ ചേരുന്നുണ്ട്. സഫാൻ, എങ്ങനെയാണ് തീയതി നീട്ടിയിരിക്കുന്നത്? എന്താണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം? ധന്യ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള തീയതി ജനുവരി 30 വരെയാണ് കമ്മീഷൻ നീട്ടിയിരിക്കുന്നത്. ഈ മാസം 22 അവസാനിക്കേണ്ട തീയതിയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് നടപടികളും ഈ തെറ്റുകുറ്റങ്ങളും പരാതികളും ആക്ഷേപങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള സമയവുമാണ്. അതിനിടയിലാണ് വോട്ടർമാർക്ക് ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകിയിരിക്കുന്നത്. നേരത്തെ
സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അത് പ്രകാരം കേരളം അടക്കമുള്ള 12 സംസ്ഥാനങ്ങൾക്ക് ഈ തീയതിയിൽ മാറ്റമുണ്ട്. അതിനപ്പുറത്തേക്ക് അന്തിമ പട്ടിക, കേരളത്തിൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക ഫെബ്രുവരി 21-നാണ്. ഈ തീയതിയിൽ മാറ്റമില്ല. ഹിയറിംഗ് നടപടികൾ ഫെബ്രുവരി 14 വരെ നടക്കും. ഈ തീയതിയിലും മാറ്റം ഉണ്ടാവുകയില്ല. നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഈ 21-ന് പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടിക പ്രകാരമായിരിക്കും കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുള്ള മുന്നോട്ട് പോക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകിയിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള ഉത്തരവുകളിൽ ഈ അന്തിമ പട്ടിക അടക്കം പ്രസിദ്ധീകരിക്കുന്നതിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. നേരത്തെ കേരളം അടക്കമുള്ള സംസ്ഥാന സർക്കാർ ആവശ്യം അടക്കമുള്ള ആളുകൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി അടക്കം നീട്ടി നൽകണമെന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിനെ തുടർന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഈ ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉന്നയിക്കാനുള്ള ഒരു സമയം നീട്ടി നൽകണമെന്ന് സുപ്രീം കോടതിയാണ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നത്. ആ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കാനുള്ള തീയതി ഒരാഴ്ച നീട്ടിയിരിക്കുന്നത്. ധന്യ. ശരി സഫ. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പ്രവാസി വോട്ടർമാർ നേരിടുന്ന സങ്കീർണതകൾ പരിഹരിക്കണമെന്ന് പ്രവാസി വെൽഫെയർ. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അടൂർ പ്രകാശ് MP, ഹാരിസ് ബീരാൻ MP എന്നിവർക്ക് പ്രവാസി വെൽഫെയർ നിവേദനം സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇമെയിൽ വഴിയും നിവേദനം അറിയിച്ചു. ഇന്ത്യക്ക് പുറത്തു ജനിച്ച പ്രവാസികൾ 2 അക്ഷരങ്ങളോടെ ആരംഭിക്കുന്ന പുതിയ പാസ്പോർട്ട് ഉടമകൾ എന്നിവർ നേരിടുന്ന സാങ്കേതിക തടസ്സങ്ങൾ നീക്കണമെന്നാണ് ഖത്തർ പ്രവാസി വെൽഫെയർ സമർപ്പിച്ച നിവേദനത്തിലെ പ്രധാന ആവശ്യം. പ്രവാസി വോട്ടർമാർ സമർപ്പിച്ച നിരവധി അപേക്ഷകൾ ബന്ധപ്പെട്ട BLOമാരിലേക്ക് കൈമാറിയിട്ടില്ല എന്നതും അപേക്ഷാ ഫോമിൽ ബൂത്ത് രേഖപ്പെടുത്താനുള്ള സൗകര്യമില്ലാത്തതും രജിസ്ട്രേഷൻ പ്രക്രിയയെ സങ്കീർണമാക്കുന്നതായി നിവേദനത്തിൽ പറയുന്നു. സാങ്കേതികവും ഭരണപരവുമായ അഭാഗം മൂലം വലിയൊരു വിഭാഗം പ്രവാസികൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്ന സാഹചര്യം ഇല്ലാതാക്കണം. കമ്മീഷന്റെ അനാസ്ഥ മൂലം ഡിസംബറിൽ സമർപ്പിച്ച പ്രവാസികളുടെ അപേക്ഷകൾ അപ്രത്യക്ഷമായത് ഞെട്ടിക്കുന്നതാണ്. ഇവർ വീണ്ടും അപേക്ഷ സമർപ്പിക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നും പ്രവാസി വെൽഫെയർ ചൂണ്ടിക്കാട്ടി. മീഡിയ 1 ദോഹ. കോതമംഗലത്ത് ടൂറിസ്റ്റ് ബസ്സിന് തീ പിടിച്ചു. ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ബസ്സിലാരും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? തന്നെ ഈ ശാന്തൻപാറ സ്വദേശികൾ വിവാഹ പരിപാടിയുമായി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് കത്തി നശിച്ചിരിക്കുന്നത്. തന്നെ സൂചിപ്പിച്ചതുപോലെ വാഹനത്തിൽ ആരും ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കുന്നതിന് നിമിത്തമായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വിവാഹ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ തലക്കോട് ഭാഗത്തെത്തിയപ്പോൾ ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു ഹോട്ടലിന് സമീപത്ത് നിർത്തിയിരുന്നു. അതുകൊണ്ട് ആളുകളെല്ലാം പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്താണ് ബസ്സിന് തീ പിടിക്കുകയും ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. മാത്രമല്ല ഈ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ആർക്കും പരിക്കേൽക്കുകയോ വലിയ അപകടം ഉണ്ടാവുകയോ ചെയ്തില്ല. അത് വലിയ ഭാഗ്യമാണ്. സഞ്ചരിക്കുന്ന സമയത്ത് പല വാഹനങ്ങളും കത്തിപ്പിടിക്കുന്ന വാർത്തകളൊക്കെ നിരന്തരം വരാറുണ്ട്. പക്ഷെ ഇത് നിർത്തിയിട്ടതിനാൽ ആളുകൾ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ആ സമയത്ത് തന്നെ കോതമംഗലത്ത് നിന്നുള്ള ഫയർഫോഴ്സ്, കൂന്നുകൽ പോലീസ് എന്നിവർ സംഭവ സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ തീ അണക്കുകയും ചെയ്തു. ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. എന്താണ് തീ പിടിക്കാൻ കാരണമെന്നത് സംബന്ധിച്ച് ബസ് ജീവനക്കാരും അധികൃതരും ഒപ്പം തന്നെ ഫയർഫോഴ്സും ഒരു പ്രാഥമിക പരിശോധന നടത്തുമെന്നാണ് വ്യക്തമാകുന്നത്. ധന്യ. നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യം എന്ന വെള്ളാപ്പള്ളി നടേശന്റെ മുദ്രാവാക്യം LDFന് നേട്ടമാകില്ലെന്ന് BJP നേതാവ് വി മുരളീധരൻ. SNDP NSS ഐക്യം എന്നത് കാലങ്ങളായി BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് പേര് മാറ്റിയിട്ട് മതേതരത്വം പറയട്ടെ എന്നും മുരളീധരൻ ദുബായിൽ പറഞ്ഞു. കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഭരണം എന്നുള്ളത് പേരാണ്, ഭരണം വാസ്തവത്തിൽ മുസ്ലിം ലീഗിൻ്റെയാണ്. ആ മുദ്രാവാക്യം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി LDFനല്ലേ ഗുണം ചെയ്യുന്നത്? അതെന്താ? എങ്ങനെ? നിങ്ങളല്ലേ പറയുന്നത് BJP ക്രൈസ്തവ സമുദായത്തെ കൂടെ കൂട്ടാൻ നോക്കുകയാണ്? അതെ.
അപ്പോൾ BJP ക്രൈസ്തവ സമുദായത്തെ കൂടെ കൂട്ടാൻ നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കളും ക്രൈസ്തവരും ഒരുമിച്ച് വരുത്താൻ ശ്രമിക്കുന്നത് BJP അല്ലേ? അപ്പോൾ BJPക്ക് അല്ലേ ഗുണം ചെയ്യേണ്ടത്? കേരളത്തിലെ ഹിന്ദു സംഘടനകൾ, ഹിന്ദു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കണം, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയേക്കാൾ കൊണ്ട് CPM കോൺഗ്രസ് എപ്പോഴെങ്കിലും ഹിന്ദു ഐക്യം പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് ചോദിക്കാൻ അവകാശമുണ്ടെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. എല്ലാ വിഷയങ്ങളും ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കും. ലീഗുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ ഇപ്പോൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. ലീഗിനെയും കോൺഗ്രസിനെയും ആരും തെറ്റിക്കാൻ നോക്കേണ്ടെന്നും ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട്. മുസ്ലിം ലീഗിന് സീറ്റുകൾ ചോദിക്കാനുള്ള അവകാശം, ആ സീറ്റുകൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ഉഭയകക്ഷി ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ആര് നോക്കിയാലും നടക്കില്ല. NSSനെ SNDPയുമായി തെറ്റിച്ചത് ലീഗാണ് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങളോടായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അത് അവര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞുവെങ്കിൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ അത് ഏറ്റുപിടിക്കുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു കാണും. അത് വ്യക്തിപരമായി സ്വാതന്ത്ര്യമുള്ള ആളുകളാണ്. അതിനെ ശ്രീ വെള്ളാപ്പള്ളി ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചു, അതുപോലെ സുകുമാരൻ നായർ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചു എന്നുള്ളതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിന് മറുപടി പറയുവാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ സാമുദായിക നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയില്ല. അല്ല, ഞാൻ വ്യക്തിപരമായി ഒരാളിനെ കുറിച്ച് അല്ലെങ്കിൽ സതീഷിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ UDF കൺവീനർ എന്നുള്ള നിലയിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സമ്മർദ്ദം ചെലുത്തി ആരെയും UDFിലേക്ക് കൊണ്ടുവരില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. UDFിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന കേരള കോൺഗ്രസ് M നേതാക്കളുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ അവരുടെ പേര് പറയാൻ അടൂർ പ്രകാശ് തയ്യാറായില്ല. ആർക്കെങ്കിലും UDFിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ വരട്ടെ. അതല്ലാതെ കണ്ട് അവരുടെ പിന്നാലെ പോയി നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് ആവശ്യപ്പെടാൻ ഞങ്ങൾ ആരും ഉണ്ടാകില്ല. അല്ല, കേരള കോൺഗ്രസ് മുന്നണി പ്രവേശം എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ഒരു അടഞ്ഞ അധ്യായമാക്കി മാറ്റിയിരിക്കുന്നു. എങ്കിലും അതിലുള്ള ഒരു വിഭാഗം ആളുകൾ UDFിലേക്ക് വരണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവരുടെ പേരുകളൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഞങ്ങളെയൊക്കെ വ്യക്തിപരമായി പല ഘട്ടത്തിലും ഞങ്ങളെയൊക്കെ ബന്ധപ്പെടാറുള്ള പല ആളുകളുമുണ്ട്. അല്ല, ഞാൻ വിസ്മയത്തിൻ്റെ ആളൊന്നുമല്ല. അങ്ങനെ ഈ അടുത്ത സംപ്രേഷണം വരുന്ന അടുത്ത വിസ്മയം വരാൻ പോകുന്നു എന്ന് നിങ്ങൾ ദയവായി പറയാൻ പാടില്ല. കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യത്തിന് UDF കൺവീനർ നൽകിയ ഉത്തരം ഇങ്ങനെ: ഒരാളെ ഒറ്റയാളെ ഉണ്ടാകത്തുള്ളൂ. അതിനൊരു തെറ്റിദ്ധാരണയും വേണ്ട. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെയല്ല തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് AICC തലത്തിൽ അതിൻ്റെ തീരുമാനങ്ങളുണ്ടാകും. ഒരേ ഒരു മുഖ്യമന്ത്രിയായിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാണെന്നും 10 വർഷത്തിനിടെ കേരളത്തിൽ ഒരു വൻകിട പദ്ധതി പോലും LDF ഗവൺമെന്റ് കൊണ്ടുവന്നില്ലെന്നും അടൂർ പ്രകാശ് കുറ്റപ്പെടുത്തി. അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1, ദോഹ. വർഗീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് തെളിയിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷഫീഖ്. ഖത്തർ പ്രവാസി വെൽഫെയർ പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ പ്രചാരവേലകളെയും അതിജീവിച്ച് വെൽഫെയർ പാർട്ടിക്ക് വലിയ വിജയം നേടാനായെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പ്രവാസികളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. മജീദ് അലി, ആമോ ഷാഫി, അബ്ദുൽ ഗഫൂർ, AR നജ്ല നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. ജോലിസ്ഥലത്തെ തർക്കത്തെ തുടർന്ന് സഹപ്രവർത്തകയുടെ മുഖത്ത് തിളച്ച വെള്ളമൊഴിച്ച 20-കാരന് ബഹ്റൈൻ ക്രിമിനൽ കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. കഫേയിൽ ഓർഡർ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. യുവതിക്ക് നേരിട്ട ശാരീരികവും മാനസികവുമായ ആഘാതം കണക്കിലെടുത്താണ് കോടതിയുടെ ശിക്ഷാവിധി. സുസ്ഥിരമായ നഗര വികസനത്തിലേക്കുള്ള മാറ്റം വേഗത്തിലാക്കുകയാണ് ഒമാൻ.
സുൽത്താൻ ഹൈതം സിറ്റി, ജബൽ അൽ അലി സിറ്റി, അൽ തുറയ സിറ്റി എന്നിങ്ങനെ 3 വമ്പൻ നഗരങ്ങളാണ് രാജ്യത്തൊരുങ്ങുന്നത്. ആധുനികതയോടൊപ്പം ഒമാന്റെ പൈതൃകവും സമന്വയിക്കുന്നതാണ് 3 നഗരങ്ങൾ. ഭാവിയിലെ നഗരവികസനത്തിന് മാതൃകയാണ് ഒമാനിൽ ഒരുങ്ങുന്ന നഗരങ്ങൾ. അവ പരമ്പരാഗത ഒമാനി വാസ്തുവിദ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ്. സുൽത്താൻ ഹൈതം സിറ്റിയിൽ നടപ്പിലാക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഇതിന് ഉദാഹരണവുമാണ്. വീടുകൾ, പൊതു ഇടങ്ങൾ, മസ്ജിദുകൾ, മജ്ലിസുകൾ എന്നിവയെല്ലാം ഒമാൻ സംസ്കാരം നിലനിർത്തിയുള്ള നിർമ്മിതികളാണ്. ഒമാന്റെ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലി പിന്തുടരുന്നതിനൊപ്പം സ്മാർട്ട് ലൈറ്റിംഗ്, പരസ്പരം ബന്ധിപ്പിച്ചുള്ള പച്ചപ്പുള്ള ഇടങ്ങൾ, സൈക്ലിംഗ് പാതകൾ തുടങ്ങി ആധുനിക ഘടകങ്ങളും ഉൾക്കൊള്ളുന്നു. താമസക്കാർക്ക് ഒമാനി പൈതൃകത്തോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് ആധുനിക സൗകര്യങ്ങളുടെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാനാവുന്നതാണ് പ്രധാന പ്രത്യേകത. ഒമാൻ വിഷൻ 2040 അനുസൃതമായി ആധുനികവും സുസ്ഥിരവുമായ നഗരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഒമാന്റെ ലക്ഷ്യം. ഹൈതം സിറ്റിയിലെ തയ്യാറെടുപ്പ് ലെവലിംഗ് ജോലികൾ പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അടിസ്ഥാന സേവന ശൃംഖല, പ്രധാന റോഡുകൾ, കൽവർട്ടറുകൾ, നടപ്പാതകൾ തുടങ്ങിയവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ജബലാലി പദ്ധതി 60 കോടി റിയാലിന്റെ നിക്ഷേപ കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മസ്കത്ത് ഗവൺമെന്റിലെ ബൗഷർ വിലായത്തിലെ അൽതുറായ് സിറ്റി ആദ്യഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്. പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കാൻ പുതിയ നടപടികളുമായി കുവൈറ്റ് സർക്കാർ. സഹകരണ സംഘങ്ങൾ തങ്ങളുടെ ആവശ്യത്തിന്റെ 75% പ്രാദേശിക ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങണമെന്ന മന്ത്രിതല തീരുമാനം നിർബന്ധമാക്കി. ഇതോടെ കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ സഹകരണ സംഘങ്ങൾക്ക് നേരിട്ട് വിൽപ്പന നടത്താൻ അവസരം ലഭിക്കും. ഫാമേഴ്സ് കോർണർ വഴി നേരിട്ടുള്ള വിൽപ്പന സംവിധാനം കൂടുതൽ ശക്തമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാര മാനദണ്ഡങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. കുവൈത്തിലെ നിക്ഷേപ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വില ഉയരുമ്പോൾ റെസിഡൻഷ്യൽ ഭൂമിയുടെ മൂല്യം ഇടിയുന്നതായി അൽ ഹസ്ബ പ്ലാറ്റ്ഫോമിന്റെ 2025 4ാം പാദ റിപ്പോർട്ട്. റിപ്പോർട്ട് പ്രകാരം നിക്ഷേപ സ്വത്തുക്കളുടെ കണക്കാക്കിയ വിപണി മൂല്യം ശരാശരി 15.2% വർദ്ധിച്ചു. വാണിജ്യ സ്വത്തുക്കളുടെ മൂല്യവും ശരാശരി 7.4% വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഒഴിഞ്ഞുകിടക്കുന്ന റെസിഡൻഷ്യൽ ഭൂമിയുടെ മൂല്യം 2024 4ാം പാദത്തേക്കാൾ 7.2% കുറഞ്ഞു. 6 ഗവർണറേറ്റുകളിലും റെസിഡൻഷ്യൽ ഭൂമി വില ഇടിഞ്ഞതായും ഹവലിയിലാണ് ഏറ്റവും വലിയ കുറവുണ്ടായതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പുതിയ നിയമനിർമ്മാണവും വിപണിയിലെ നിയന്ത്രണ മാറ്റങ്ങളും നിക്ഷേപ രീതിയിൽ ഉണ്ടായ മാറ്റങ്ങൾക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ. പ്രവാസികളുടെ തിരിച്ചറിയൽ കാർഡുകളുടെ കാലാവധി അവരുടെ താമസരേഖയുടെ കാലാവധിയുമായി നേരിട്ട് ബന്ധിപ്പിക്കണമെന്ന പുതിയ നിയമ ഭേദഗതിയെ ചൊല്ലി ബഹ്റൈൻ പാർലമെന്റിൽ ചർച്ച. ചൊവ്വാഴ്ച വിഷയം സംബന്ധിച്ച ബിൽ വോട്ടിനിടും. പ്രവാസികളുടെ തിരിച്ചറിയൽ കാർഡുകളുടെ കാലാവധി സംബന്ധിച്ച് പുതിയ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഒരു പ്രവാസിയുടെ ID കാർഡിന്റെ കാലാവധി അയാൾക്ക് രാജ്യത്ത് താമസിക്കാൻ അനുമതിയുള്ള കാലയളവിൽ മാത്രമായി പരിമിതപ്പെടും. അതിൽ കൂടുതൽ കാലാവധി നൽകാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ബില്ലിന്മേൽ പാർലമെന്റിൽ വിശദമായ ചർച്ച നടന്നു. ഭേദഗതി നടപ്പിലായാൽ പ്രവാസികളുടെ വിസ അവസാനിക്കുന്ന അതേ ദിവസം തന്നെ ID കാർഡിന്റെ കാലാവധിയും അവസാനിക്കും. രാജ്യത്ത് നിയമവിരുദ്ധമായി തങ്ങുന്നവരെ കണ്ടെത്താൻ നിയമ ഭേദഗതി കൊണ്ട് സാധിക്കുമെന്ന് ബില്ലിനെ അനുകൂലിച്ച് ചർച്ചയിൽ പങ്കെടുത്തവർ വിലയിരുത്തി. കാലാവധി ഈ രീതിയിൽ പരിമിതപ്പെടുത്തിയാൽ ID കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ബാങ്കിംഗ്, സർക്കാർ ഇടപാടുകൾ കൃത്യമായി നിയന്ത്രിക്കാമെന്നും ബില്ലിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. കാർഡുകൾ ഇടയ്ക്കിടയ്ക്ക് പുതുക്കുന്നത് വഴി സർക്കാരിന് ഫീസ് ഇനത്തിൽ കൂടുതൽ വരുമാനം ലഭിക്കുമെന്നും വാദമുണ്ട്. ഈ വിഷയത്തിലുള്ള അന്തിമ തീരുമാനം ഉന്നതതല അംഗീകാരങ്ങൾക്ക് വിധേയമായിരിക്കും. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും താപനിലയിൽ നേരിയ വർധനവ് പ്രതീക്ഷിക്കുന്നതായി കുവൈത്ത് കാലാവസ്ഥാ നിരീക്ഷകൻ. ലാനിന പ്രതിഭാസത്തിന്റെ സ്വാധീനത്തിൽ ഈ വർഷം മഴ കുറയുന്ന വർഷങ്ങളിൽ ഒന്നായി മാറാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാലാവസ്ഥാ പ്രവചന പ്രകാരം തിങ്കളാഴ്ച പരമാവധി 21 ഡിഗ്രിയിലേക്കും ചൊവ്വാഴ്ച 19 ഡിഗ്രിയിലേക്കും ഉയരാൻ സാധ്യതയുണ്ട്. ഒമാനിലെ മസീറ ദ്വീപിൽ നടക്കുന്ന മസീറ വിന്റർ ഫെസ്റ്റിവലിന്റെ 3ാം പതിപ്പിന് തുടക്കം. ഫെസ്റ്റിവൽ ജനുവരി 23 വരെ തുടരും. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ചെയർമാൻ സുലൈം ബിൻ അലി അൽ ഹക്മാനി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. സ്വദേശികളെയും വിദേശികൾക്കും ആകർഷിക്കുന്ന സാംസ്കാരിക, വിനോദ, കായിക പരിപാടികൾ അരങ്ങേറും. ചെറുകിട സംരംഭകരെയും ഫെസ്റ്റിവൽ പിന്തുണയ്ക്കുന്നു. ഒമാനിലെത്തുന്ന ടൂറിസ്റ്റുകളിൽ അധിക പേരും മസീറ ദ്വീപ് സന്ദർശിക്കാറുണ്ട്. വിന്റർ സീസണിലാണ് കൂടുതൽ പേരും മസീറയിലെത്തുക. സുലൈബി ഘാത്ത് ബീച്ചിൽ വേൾഡ് വിന്റർ ബേർഡ് കൗണ്ട് ഡേയുടെ ഭാഗമായി കുവൈറ്റ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ബേർഡ് കൗണ്ട് പരിപാടി സംഘടിപ്പിച്ചു. സർക്കാർ വകുപ്പുകളും സന്നദ്ധ സംഘങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും
പരിപാടിയിൽ പങ്കെടുത്തു. ഫീൽഡ് നിരീക്ഷണത്തിൽ 1406 പക്ഷികളെ രേഖപ്പെടുത്തിയതായി KEPS അറിയിച്ചു. തീരപ്രദേശങ്ങൾ വൃത്തിയായി നിലനിർത്തുകയും പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുകയും ചെയ്ത് ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കണമെന്നുള്ള ബോധവൽക്കരണമാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ വ്യക്തമാക്കി. സൗദിയിൽ ഒരാഴ്ചക്കിടെ നാട് കടത്തിയത് 14,000-ലധികം അനധികൃത താമസക്കാരെ എന്ന് കണക്കുകൾ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ. വരും ആഴ്ചകളിലും പരിശോധനകൾ തുടരും. ഒരാഴ്ചക്കിടെ 14,621 അനധികൃത താമസക്കാരെയാണ് നാടുകടത്തിയത്. ആകെ 18,054 താമസക്കാരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 11,343 പേർ റെസിഡൻസ് നിയമം ലംഘിച്ചവരും 3,858 പേർ അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ചവരും 2,853 പേർ തൊഴിൽ നിയമം ലംഘിച്ചവരുമാണ്. ഒരാഴ്ചക്കിടെ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത് 1,491 പേരാണ്. അവരിൽ 40% യമൻ പൗരന്മാരും 59% എത്യോപ്യൻ പൗരന്മാരും 1% മറ്റു രാജ്യക്കാരുമാണ്. നിയമലംഘകർക്ക് ഗതാഗതം, താമസം, തൊഴിൽ എന്നീ സൗകര്യങ്ങൾ നൽകിയ 23 പേരെയും അറസ്റ്റ് ചെയ്തു. 25,552 പുരുഷന്മാരും 1,966 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 27,518 പ്രവാസികളാണ് നിലവിൽ നിയമ നടപടികൾക്ക് വിധേയരാകുന്നത്. മീഡിയ 1 റിയാദ്. ബഹ്റൈനിൽ കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിർണായക നിയമം നിർമ്മാണത്തിനൊരുങ്ങി ഷൂറ കൗൺസിൽ. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് തുടങ്ങുന്നത് നിരോധിക്കുന്ന പുതിയ ബിൽ കൗൺസിൽ ചർച്ചയ്ക്കെടുക്കും. കൗമാരക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനും ദോഷകരമായ ഉള്ളടക്കങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനുമായി കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ബിൽ. എന്നാൽ പഠനാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സേവനങ്ങൾക്ക് ഈ നിരോധനം ബാധകമാകില്ല. കുവൈത്തിലെ സുലൈബിയ സെൻട്രൽ ജയിൽ ഡ്യൂട്ടിക്കിടെ മരിച്ച കേണൽ സൗദ് നാസർ അൽ ഖംസന്റെ നിര്യാണത്തിൽ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി. സുലൈബിയ സെൻട്രൽ ജയിൽ കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് അദ്ദേഹം മരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. മണ്ണാർക്കാട് സ്വദേശി സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ചു. തെങ്കര മണലാടി സ്വദേശി ചേരിക്കല്ലൻ ഉബൈദാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ത്വായിഫിലെ അസീസിയയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ത്വായിഫ് റിയാദ് ഹൈവേയിൽ റിൽവാന് സമീപം വെള്ളിയാഴ്ചയാണ് അപകടമുണ്ടായത്. സഞ്ചാരികളെ ആകർഷിച്ച് ഒമാനിലെ ജബൽ അഖ്ദർ. സന്ദർശകരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 9.1% വർധനവാണ് രേഖപ്പെടുത്തിയത്. മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സന്ദർശകരുടെ പ്രിയപ്പെട്ട ഇടം കൂടിയായ ജബൽ അഖ്ദർ മാറിയിട്ടുണ്ട്. ജബൽ അഖ്ദറിലേക്ക് ഒഴിവു ദിനങ്ങൾ ചെലവിടാനെത്തുന്നവരിൽ ഭൂരിഭാഗവും കുടുംബങ്ങളും കൂട്ടായ്മകളുമാണ്. ശൈത്യകാലമായതിനാൽ ക്യാമ്പിങ്ങിന് മികച്ച ഇടം കൂടിയാണിത്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഇടം. ദേശീയ സ്ഥിതിവിവരക്കണക്ക് കേന്ദ്രം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ജബൽ അഖ്ദറിൽ കഴിഞ്ഞ വർഷം എത്തിയത് 2,22,151 സന്ദർശകരാണ്. 2024 അപേക്ഷിച്ച് 9.1% വർധനവാണിത്. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയത്. മറ്റു വിദേശ രാജ്യങ്ങളിലുള്ളവരും സന്ദർശകരിലുണ്ട്. സന്ദർശകർക്ക് പരമ്പരാഗത പർവ്വത ഗ്രാമങ്ങൾ സന്ദർശിച്ച് ഒമാനി ഗ്രാമീണ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനുമാകും. പ്രദേശത്തെ ഫാമുകൾ സന്ദർശിച്ച് നല്ല പഴങ്ങളും പച്ചക്കറികളും രുചിക്കാമെന്ന് മാത്രമല്ല കൃഷിയെക്കുറിച്ച് പഠിക്കുകയും ചെയ്യാം. മാതളം, അത്തി ഉൾപ്പെടെയുള്ള ഫലവർഗ്ഗങ്ങളുടെ പ്രധാന ഉൽപ്പാദന കേന്ദ്രം കൂടിയാണ് ജബൽ അഖ്ദർ. റോസാപ്പൂക്കളുടെ കൃഷിയും പ്രസിദ്ധമാണ്. പൂക്കൾ റോസ് വാട്ടർ നിർമ്മാണത്തിനായാണ് ഉപയോഗിക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. ജിദ്ദയിൽ നടന്ന വുഡൻ ഷിപ്പ് ഫെസ്റ്റിവൽ സമാപിച്ചു. ജിദ്ദ സീസണിന്റെ ഭാഗമായി നടന്ന പരിപാടി സൗദിയുടെ സമുദ്ര പൈതൃകം അടയാളപ്പെടുത്തുന്നതായിരുന്നു. വിവിധ കലാപരിപാടികളും സ്റ്റാളുകളും ഫെസ്റ്റിവലിൽ ഒരുക്കിയിരുന്നു. സൗദിയുടെ സമുദ്ര പൈതൃകത്തെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുകയാണ് മേള. ജിദ്ദ അൽഹംറ ബീച്ചിലാണ് കൗതുകമുള്ള മേള ഒരുക്കിയത്.
തുറമുഖങ്ങൾ, കപ്പൽ നിർമ്മാണം, കടൽ യാത്രകൾ, നാവികരുടെ ജീവിതം എന്നിവയെല്ലാം മേളയിൽ ചിത്രീകരിക്കുന്നുണ്ട്. കടൽപ്പാട്ടുകളും നാടൻ സംഗീത വിരുന്നും മേളയുടെ ഭാഗമായി. വർക്ക്ഷോപ്പുകൾ, ലൈറ്റ് ഷോകൾ, കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പ്രത്യേക മേഖലകളും ഒരുക്കിയിരുന്നു. ജിദ്ദ സീസണോടനുബന്ധിച്ച് നിരവധി ആഘോഷ പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. സൗദിയിലെ യാംബു ക്രിക്കറ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ സുൽത്താൻ ബ്രദേഴ്സ് സംഘടിപ്പിച്ച യാംബു പ്രീമിയർ ലീഗ് സീസൺ 1 ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. ആവേശകരമായ ഫൈനലിൽ ആഹത്ത് അൽ തസീസ് കമ്പനി ജേതാക്കളായി. യാക്ക ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് അരങ്ങേറിയത്. ചലച്ചിത്ര താരം ഷിയാസ് കരീം സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. യാംബു ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് മസ്ഹർ ഖാൻ, YPL പ്രതിനിധികളായ സജാം, ജസാം, ജസീം തുടങ്ങിയവരാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നമ്മുടെ ടൂർണമെന്റിന്റെ ക്വാളിഫൈഡ് 2 മാച്ചസ് ആയ JKയും അലൈത്താന്റെ മാച്ച് നടക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ എക്സിബിഷൻ മാച്ച് ഇന്ത്യ പാകിസ്ഥാന്റെ, അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെയും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ ടൂർണമെന്റ് കംപ്ലീറ്റ് ആവുകയാണ്. യാംബുവിലെ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാക്കിയാണ് യാംബു പ്രീമിയർ ലീഗ് സീസൺ 1 തിരശ്ശീല വീണത്. ഈ മഞ്ഞത്ത് ഇരുന്ന് തന്നെ കളി കാണാനും നല്ല രസമുണ്ട്. എന്റെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഗ്രൗണ്ടിൽ പോയിട്ട് ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളി ലൈവായിട്ട് കാണുന്നത്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ TV-ലൊക്കെ കാണാറുള്ളൂ. പക്ഷെ ലൈവായിട്ട് കാണുന്നതിന്റെ ഒരു സുഖം വേറെയാണ്. അവരെ എൻകറേജ് ചെയ്യാൻ പറ്റുന്നു. സോ ഓസം. കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ ടൂർണമെന്റ് കാണാൻ എത്തിയിരുന്നു. ഞാൻ 3 ദിവസമായിട്ട് യാക്കയിലുണ്ട്. ഫാമിലി ഫുള്ളോടെ ക്രിക്കറ്റ് ഫാൻസ് ആണ്. ഫുള്ള് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പരിപാടി. 10 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ അഹദ് അൽ തസീസ് കമ്പനി ടീമാണ് കിരീടം സ്വന്തമാക്കിയത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരായി ബിനീഷ് പൊടി, അദ്നാൻ മുനീർ, അഹമ്മദ് കബീർ എന്നിവരെ തിരഞ്ഞെടുത്തു. മികച്ച കളിക്കാർക്കുള്ള സമ്മാനങ്ങൾ ഷിയാസ് കരീം വിതരണം ചെയ്തു. സമാപന ചടങ്ങിൽ സൗദി ക്രിക്കറ്റ് ബോർഡ് അംഗം മിഷാൽ ഖുറേഷി, സ്പോൺസർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ആവേശ തിമിർപ്പിലാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇവിടെ ഉള്ളത്. യാംബുവിൽ നിന്നും നിയാസ് യൂസഫ്, മീഡിയ 1. ദമാം ട്രിവാൻഡ്രം ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സമാപിച്ചു. 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ സ്ട്രൈക്കേഴ്സ് നെടുമങ്ങാട് ചാമ്പ്യന്മാരായി. ടൂർണമെന്റിനോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ട്രിവാൻഡ്രം ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സമാപിച്ചു. ദമാം ഗൂക്ക സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ 8 ടീമുകൾ മാറ്റുരച്ചു. കലാശ പോരാട്ടത്തിൽ MR3 റോക്കേഴ്സിനെ പരാജയപ്പെടുത്തി സ്ട്രൈക്കേഴ്സ് നെടുമങ്ങാട് ചാമ്പ്യന്മാരായി. മാൻ ഓഫ് ദ സീരീസായി രാജേഷിനെയും മികച്ച ബൌളറായി വിഷ്ണുവിനെയും മികച്ച ബാറ്റ്സ്മാനായി അലി അൻസാറിനെയും തെരഞ്ഞെടുത്തു. വിജയികൾക്ക് ട്രോഫിയും പ്രൈസ് മണിയും സമ്മാനിച്ചു. രഞ്ജുരാജ്, അശോക് കുമാർ, സന്തോഷ് ഷാജഹാൻ എന്നിവർ സംബന്ധിച്ചു. സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കി. യൂസഫ്, ഷംനാദ്, അജീബ്, ഷിബിൻ അബൂബക്കർ, ഷിബി ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1, ദമാം. ഒമാനിലെ അൽ ഹംറ ഗവർണറേറ്റിലെ ജബൽ ഷംസിൽ മലകയറ്റത്തിനിടെ ആരോഗ്യ പ്രശ്നം നേരിട്ട ഒമാൻ പൗരന് രക്ഷകരായി റോയൽ ഒമാൻ പോലീസ് എയർവിംഗ്. സ്ഥലത്തെത്തിയ പോലീസ് ഏവിയേഷൻ പൗരനെ എയർലിഫ്റ്റ് ചെയ്തു. അടിയന്തര പരിചരണങ്ങൾക്ക് ശേഷം സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരം. അബു സംര അതിർത്തി വഴി രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന വിദേശ വാഹനങ്ങൾക്ക് ഓൺലൈൻ ഇൻഷുറൻസ് സൗകര്യം ഏർപ്പെടുത്തി ഖത്തർ. ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഖത്തർ യൂണിഫൈഡ് ഇൻഷുറൻസ് ബ്യൂറോ പുറത്തിറക്കിയ എംസാർ ഇലക്ട്രോണിക് സിസ്റ്റം വഴിയാണ് സൗകര്യം ലഭിക്കുക. പേയ്മെന്റ് നടത്താനും ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാനും സൗകര്യമുണ്ടാകും. സൗദിയിലെ പ്രമുഖ മെഡിക്കൽ ഗ്രൂപ്പായ ഗൾഫ് ഏഷ്യൻ മെഡിക്കൽസിന്റെ പുതിയ ബ്രാഞ്ച് ദമാമിൽ പ്രവർത്തനം ആരംഭിച്ചു. വിപുലമായ സൗകര്യങ്ങളോടെ ദമാം ദാനമാളിലാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. പ്രഗത്ഭരായ 20ഓളം ഡോക്ടർമാർ, വിശാലമായ ലാബ്, ഫാർമസി സൗകര്യം എന്നിവ സെന്ററിന്റെ പ്രത്യേകതയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക നിരക്കിളവും ലഭ്യമാക്കിയിരുന്നു. ഗൾഫ് ഏഷ്യൻ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സൗദിയിലെ 2ാമത്തെ ബ്രാഞ്ച് ദമാം ദാനമാളിൽ പ്രവർത്തനമാരംഭിച്ചു. ഗൾഫ് ഏഷ്യൻ മെഡിക്കൽ സെന്ററിന്റെയും ബദറുൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റലിന്റെയും MD അബ്ദുൽ ലത്തീഫ്, ജുബൈൽ ബലദിയ വൈസ് പ്രസിഡന്റ് അബു ഖലീഫ, ഗൾഫ് ഏഷ്യൻ മെഡിക്കൽ സെന്റർ CEO മുഹമ്മദ് സർഫറാസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ എന്ന ഞങ്ങൾ ആ ഒരു മുദ്രാവാക്യമായി കഴിഞ്ഞ 13 വർഷത്തോളമായി ജുബൈലിൽ പ്രവർത്തിച്ചു വരുന്ന ഗൾഫ് ഏഷ്യൻ മെഡിക്കൽ സെന്റർ ജനങ്ങളുടെ ആവശ്യാർത്ഥം ഡിമാൻഡ് പ്രകാരം ഞങ്ങൾ ദമാമിലും ആരംഭിച്ചിരിക്കുകയാണ്.
വളരെ വിശാലമായ സൗകര്യങ്ങളോടുകൂടി ഒരു 10-300 പരം കാർ പാർക്ക് സൗകര്യങ്ങളോടുകൂടി ദാനമാളിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവിധ വിസ മെഡിക്കൽ തൊട്ട് പ്രീ മെഡിക്കൽ ചെക്കപ്പ് തൊട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഇതിലൊരുക്കിയിട്ടുണ്ട്. കാർഡിയോളജി വിഭാഗം അടക്കമുള്ള. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഹെൽത്ത് കെയർ. ഞങ്ങൾ ഭദ്രസമാ ഗ്രൂപ്പിൻ്റെ ഞങ്ങളെ ഗ്രൂപ്പിൽ പറയുമ്പോൾ ഇത് 36ാമത്തെ ബ്രാഞ്ചാണ് ഇത് നമ്മൾ തുടങ്ങുന്നത്. ഒരുപാട് ഹോസ്പിറ്റലും ഒരുപാട് മെഡിക്കൽ സെൻ്ററുമായിട്ട്. അപ്പോൾ ഒരു വലിയൊരു ഗ്രൂപ്പാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി ദമാമിൽ ദാനമാളിൽ. ക്ലിനിക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഗൾഫ് ഏഷ്യൻ മെഡിക്കൽ സെന്റർ ബോർഡ് അംഗം വസീം അൽ കഹ്താനി സ്വിച്ച് ഓൺ ചെയ്തു. ഫാർമസി വിഭാഗം എക്സ്പെർട്ടൈസ് ഗ്രൂപ്പ് പ്രതിനിധികളും കാർഡിയോളജി വിഭാഗം NSH പ്രതിനിധികളായ കുമാർ, KM റിയാസ് എന്നിവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. എമർജൻസി വിഭാഗം ബദ്രുൽ റാബി ഗ്രൂപ്പ് ഡയറക്ടർ അഹമ്മദ് പുളിക്കൽ, ഗൾഫ് ഏഷ്യൻ മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ക്ലിനിക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുപാട് ആനുകൂല്യങ്ങളും കുറേ ഓഫറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെക്കപ്പ്, ഫ്രീ ചെക്കപ്പും ഫുൾ ബോഡി ചെക്കപ്പിന് പാക്കേജുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അടുത്ത 5 വർഷത്തിനകത്ത് 10 ബ്രാഞ്ച് സൗദിയിൽ ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ 3ാമത്തെ ബ്രാഞ്ചിൻ്റെ പണി അൽഖോബറിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിപ്പോൾ എത്രയും പെട്ടെന്ന് 5-6 മാസം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ സൈമൾട്ടേനിയസായി അപ്പുറത്ത് അങ്ങോട്ട് ജിദ്ദ, റിയാദ്, മക്ക, മദീന അങ്ങനെയുള്ള ഒരു 10ഓളം ബ്രാഞ്ച് സൗദിയിൽ ഇതിൻ്റെ ആയിട്ട് ഇടാനാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്ലാൻ. PA ഗ്രൂപ്പ് പ്രതിനിധികളായ അബ്ദുൽ ലത്തീഫ്, സൽമാൻ എന്നിവർ ചേർന്ന് ഫിസിയോതെറാപ്പി വിഭാഗവും OICC വനിതാ വിഭാഗം പ്രതിനിധി ഉസ്ന ഹാസിഫ്, ഗൾഫ് ഏഷ്യൻ മെഡിക്കൽ സെന്റർ പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശുഭാംഗി എന്നിവർ ചേർന്ന് ഫാമിലി ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ദാനമാൾ മാനേജ്മെന്റ് പ്രതിനിധികളായ ഖാലിദ് സഹാദി, അബ്ദുള്ള സഹാദി എന്നിവർ ചേർന്ന് ഇക്കാമ ബലദിയ കേന്ദ്രങ്ങളുടെയും നെക്സസ് മിഡിൽ ഈസ്റ്റ് CEO ഇംതിയാസ് റേഡിയോളജി വിഭാഗത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക നിരക്കിളവും ലഭ്യമാക്കിയിട്ടുണ്ട്.